ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണം എന്തായെന്ന് ആർക്കെങ്കിലും ഇപ്പോൾ അറിയാമോ? ഏതാണ്ട് 2 ആഴ്ച മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് കേരളത്തിലെ മുഖ്യധാര ചാനലുകളുടെ മുഴുവൻ ഹെഡ്ലൈൻ വാർത്തയായിരുന്നു, അന്തിച്ചർച്ചയായിരുന്നു. ഒപ്പം പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ കുടുങ്ങും, രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ കുരുക്കിലേക്ക്, ഉടൻ അറസ്റ്റ്, കസ്റ്റഡിയിലെടുക്കും, റെയ്ഡ് നടക്കും, മാങ്കൂട്ടത്തിനെതിരായി കൂടുതൽ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരും, യുവതികൾ ഇങ്ങനെ വരിയായി നിന്ന് രാഹുലിനെതിരെ പോലീസിന് മൊഴി കൊടുക്കും, നിരവധി പരാതികൾ ഇനിയും വരും, മാങ്കൂട്ടത്തിൽ 2 ഗർഭം കലക്കി, രാഹുൽ കലക്കിയ 1 ഗർഭവുമായി ആ പെൺകുട്ടി മറ്റേ ഗർഭം കലക്കാൻ എത്തി തുടങ്ങി പണ്ടത്തെയൊക്കെ മംഗളത്തിലെയും മനോരമയിലെയും വാരികകളിലെ അപസർപ്പക കഥകളെ വെല്ലുന്ന വിധത്തിലുള്ള കമ്പിക്കഥകൾ അടിച്ചു വിടുകയായിരുന്നു ഒരു കൂട്ടം ആളുകൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, 2 ആഴ്ച മുന്നേ വരെ. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി, അതിനുശേഷം നേരെ പാലക്കാട് മണ്ഡലത്തിലെത്തി, MLA ഓഫീസിലെത്തി, പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇപ്പം ആർക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു അക്ഷരവും മിണ്ടണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന, രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം കലക്കി എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടിക്കും ഇവിടെ ഒരുത്തനും നീതി വാങ്ങിച്ചു കൊടുക്കണ്ട. രാഹുലിനെ നടത്തിക്കില്ല എന്ന് പറഞ്ഞ പ്രശാന്ത് ശിവൻ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയാൽ പെൺകുട്ടികൾ പിഴച്ചു പോകുമെന്ന മട്ടിൽ 10 പേരെ സംഘടിപ്പിച്ച് ഒരു റാലി നടത്തിയ DYFI അവർ ഇളിഭ്യരായി. കാരണം മാങ്കൂട്ടത്തിനെ കാണുമ്പോൾ തന്നെ സ്ത്രീകൾ ഓടിയൊളിക്കുന്ന സാഹചര്യം പാലക്കാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് സ്ത്രീകൾ വരാതിരിക്കുന്നില്ല. സ്ത്രീകളും കുട്ടികളും വീട്ടമ്മമാരും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ കയറ്റാത്ത സാഹചര്യവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പൊതുവികാരവും നിലനിൽക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അതായത് മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും സ്വന്തം പാർട്ടിയിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന ചില നേതാക്കളും ഒക്കെ ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ചക്രവ്യൂഹം ഒരുക്കി അതിനുള്ളിലിട്ട് കത്തിച്ച് തീർക്കാൻ തീരുമാനിച്ചപ്പോൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അതിനെ എതിർത്ത് തോൽപ്പിച്ച് രാഹുൽ ഇപ്പോൾ സജീവമായിരിക്കുന്നു. സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു നല്ല യുവ MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറിൽ രാഹുൽ ഇട്ട പോസ്റ്റ് നോക്കുക. കണ്ണാടി പഞ്ചായത്തിൽ 5 കോടി ചെലവിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഓഡിറ്റോറിയം എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. അതിൻ്റെ വാർത്ത നോക്കുക. കണ്ണാടി പഞ്ചായത്തിൽ പുതിയ ഓഡിറ്റോറിയം വരികയാണ്. അത്യാധുനിക ഓഡിറ്റോറിയം ആയിരിക്കും അത്. 5 കോടി രൂപയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന് MLA പറഞ്ഞു. 2023-24 ബജറ്റിൽ പഞ്ചായത്തിലെ മിനി സ്റ്റേഡിയം നിർമ്മാണത്തിനായി 5 കോടി രൂപ അനുവദിച്ചിരുന്നെങ്കിലും നിബന്ധനകൾ പാലിച്ച് സ്വകാര്യ ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഓഡിറ്റോറിയം നിർമ്മാണത്തിനായി 5 കോടി രൂപ വിനിയോഗിക്കുന്നതിനുള്ള അനുമതിക്കായി MLA ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇത് പരിഗണിച്ച് സർക്കാർ തുക അനുവദിച്ച് ഉത്തരവിറക്കി. ഇതാണ് ഈ വാർത്തയിൽ പ്രധാനമായും പറയുന്നത്. അതായത് ഒരു MLA എന്ന നിലയിൽ സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രാഹുൽ നിർബാധം തുടരുകയാണ്. രാഹുലിൻ്റെ ഓഫീസിൽ നല്ല തിരക്കാണ്. ജനങ്ങൾ തങ്ങളുടെ MLAയെ കാണാൻ, ഐക്യപ്പെടാൻ, രാഹുലിന് ഞങ്ങളുടെ MLAയെ കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ ജനങ്ങൾ തുടർച്ചയായി രാഹുലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെയൊന്നും ഒരു തടസ്സം പോലും നിൽക്കാൻ ഇവിടെ BJPക്കാർക്ക് കഴിഞ്ഞിട്ടില്ല, CPMകാർക്കും കഴിഞ്ഞിട്ടില്ല. ഇവരൊക്കെ നേരത്തെ ഈ വിവാദം കത്തി നിന്ന സമയത്ത് പറഞ്ഞത് എന്താണ്? രാഹുലിനെ പൊതുവേദിയിൽ അനുവദിക്കില്ല, പൊതു ഇടങ്ങളിൽ വരാൻ അനുവദിക്കില്ല, പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല, രാജിവെക്കും വരെ, എന്ത് MLA സ്ഥാനം രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരും എന്നൊക്കെ തള്ളി വീമ്പടിച്ച കുറേ നേതാക്കൾ നമുക്കിടയിലുണ്ട്, രാഹുലിൻ്റെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ. പക്ഷേ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആർക്കും ഒന്നും പറയണ്ട. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യും, ഒരുപാട് തെളിവുകൾ വരും, രാഹുൽ അറസ്റ്റിലാകും, അന്വേഷണ സംഘം ഉടൻ രാഹുലിനെ പൊക്കും, അന്വേഷണ സംഘത്തിൽ നിർണായകമായ തെളിവ് എന്നൊക്കെ പറഞ്ഞവരൊക്കെ മുങ്ങി. അതുപോലെ തന്നെ ചില ചാനൽ അവതാരകരൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഓഡിയോ കഷ്ണം പുറത്തുവിടുകയാണ്, ഇനി കുറേ ഓഡിയോ കഷ്ണങ്ങളുണ്ട്, ഇനി വേറെ പലരുടെയും ഓഡിയോ കഷ്ണങ്ങളുണ്ട്, ഈ കഷ്ണങ്ങളൊക്കെ വരുമ്പോൾ അതൊരു വലിയ പാട്ട് പോലെയാകും, അത് പുറത്തുവിട്ടാൽ രാഹുൽ നാറും, രാഹുൽ അകത്തു പോവും, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഇവരൊന്നും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരേ പറയുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മാധ്യമ സംസ്കാരം, സാമൂഹ്യ മാധ്യമ സംസ്കാരം, അതുപോലെ തന്നെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കളായിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വ്യക്തികളായിക്കൊള്ളട്ടെ, അതിൽ പ്രചാരണം നടത്തുന്നത്, അതൊരു മിനിമം മര്യാദ പാലിക്കണം. അതായത് കൃത്യമായ പോലീസ് റിപ്പോർട്ടില്ലാത്ത അല്ലെങ്കിൽ കൃത്യമായ തെളിവുകളില്ലാത്ത വിഷയങ്ങളിൽ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള പ്രചാരണത്തിനും അനുമതി ഉണ്ടാകരുത്, അല്ലെങ്കിൽ അത് ചെയ്യരുത്.
ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയനാണ്, മണ്ഡലത്തിലെ പെണ്ണുങ്ങളൊക്കെ സൂക്ഷിച്ചോളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. പക്ഷേ യഥാർത്ഥത്തിൽ അപ്പോൾ രാഹുലിന് ഇങ്ങനെ ആളുകൾ പേടിക്കുന്നു എന്നൊരു സ്കെയറി സിറ്റുവേഷനാണ് ഈ പ്രചാരകരുണ്ടാക്കി വെച്ചത്. പക്ഷേ യാഥാർത്ഥ്യം എന്തായിരുന്നു? രാഹുൽ മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ വീട്ടുകാരൊക്കെ വാ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് വനിതകളും അവിടുത്തെ ചേട്ടന്മാരും നാട്ടുകാരും ഒക്കെ ഒഴുകിയെത്താൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പാലക്കാട്ടൊരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഇറങ്ങിപ്പോടാ പെണ്ണുപിടിക്കുക ആരും പറഞ്ഞിട്ടില്ല. ഇപ്പം രാഷ്ട്രീയപരമായി ഉണ്ടാക്കുന്ന കഥകൾ, ആ കഥകൾ പൊതുജനങ്ങളുടെ രോമത്തിൽ തൊടുന്നില്ല, പൊതുജനങ്ങൾ അത് വിശ്വസിക്കുന്നില്ല, പൊതുജനങ്ങൾ അതിനെ തള്ളിപ്പറയുകയാണ് എന്നതിൻ്റെ തെളിവാണ് ഈ രാഹുൽ വിഷയം. ഇപ്പോൾ നോക്കുക, ഒരു പോസ്റ്റ് ജോബി തോമസ് എന്ന് പറയുന്ന ഒരാളിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്, ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നൊരു പോസ്റ്റാണ്. ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തി പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചോ അടിമക്കമ്മികളുടെയും ചാണകസംഖ്യകളുടെയും കുരുപൊട്ടിയേലിക്കാൻ പാകത്തിനുള്ളൊരു കാഴ്ച. ഈ ചേർത്ത് നിർത്തിയിരിക്കുന്നത് അവനെ അറിയുന്ന, അവനെ സ്നേഹിക്കുന്ന അമ്മൂമ്മയും സഹോദരിയും ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം സഹിതം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പം നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊടരുത്, അടുത്തേക്ക് പോകരുത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡിവൈഫൈയുടെ തെരുവ് നാടകം പോലത്തെ എന്തൊക്കെയോ ഷോ നടക്കുന്നു, സർക്കാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ നടക്കുന്നു. ഇവിടെ ഇന്നും CPM-ൻ്റെ ഒരു യോഗത്തിൽ ഞാൻ കണ്ടത്, CPM-ൻ്റെ പ്രബലയായിട്ടുള്ള ഒരു വനിതാ നേതാവ് അവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭകഥ നിന്ന് പറയുക. ഇത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഓർമ്മ വന്ന് പണ്ട് ഉമ്മൻചാണ്ടി സാറിനെതിരെ ഇവിടെ ഉണ്ടാക്കിയ പുകിലുകളാണ്. ഉമ്മൻചാണ്ടി സാറിനെതിരെ എന്തൊക്കെ കഥകളാണ് പറഞ്ഞത്. PC ജോർജ് പറഞ്ഞത് എന്താ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ആ യുവതിയെ വെച്ച് ഉമ്മൻചാണ്ടി സാറ് പലതും ചെയ്യിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് PC ജോർജ്. അതുപോലെ തന്നെ ഇവിടെ കേരളം മുഴുവൻ ഉമ്മൻചാണ്ടി സാറിന് എന്തൊക്കെ തരത്തിൽ കഥകൾ പറഞ്ഞ് വേട്ടയാടിയിട്ടുണ്ട്. എന്നിട്ട് അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ എന്തായി? അത്രയും കാലം ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ ആളുകൾ അതിനെ മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അതിനെ ആ വിഷയത്തിൽ സങ്കടം, ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഒരു ആവേശത്തിൽ ഒരാളെ കടന്നാക്രമിച്ച് ഇല്ലാതാക്കി കളഞ്ഞിട്ട് പിന്നീട് സത്യം തെളിയുമ്പോഴേക്കും അയാൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് ഒരു തരത്തിലും നമുക്കൊരു കാര്യം തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവോണ നാളിലടക്കം 35 ദിവസമാണ് വീട്ടിൽ പൂട്ടിയിടപ്പെടുന്നത്. അല്ലെങ്കിൽ അത്രയും വലിയ സൈബർ ആക്രമണത്തെ തുടർന്ന്, അത്രയും വലിയ പൊതുസമൂഹത്തിലുള്ള അവഹേളനം തുടർന്ന് മുഖ്യതര മാധ്യമങ്ങൾ ഉൾപ്പെടെ കടന്നാക്രമിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് ആ മനുഷ്യൻ 35 ദിവസമാണ് വീട്ടിലിരുന്നത്. ഒരു ഊർജ്ജസ്വലനായ ഒരു MLA, നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MLA-യോട് ഇത്രയും ദിവസം അയാളുടെ പോയതിന് ആരത് തിരിച്ചു കൊടുക്കും? അയാളുടെ അമ്മ നേരിട്ട മാനസിക സംഘർഷം, അയാളുടെ സഹോദരി അനുഭവിച്ച നാണക്കേട്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനുഭവിച്ച വിഷമം, ഇതിനൊക്കെ ആര് മറുപടി പറയും? ഇപ്പോൾ പലരും പറയുമായിരിക്കും അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നുണ്ട്, കോടതി കുറ്റവിമുക്തനാക്കിയിട്ടില്ലല്ലോ എന്ന്. പോയി പണി നോക്കുന്ന ആറുകളെ എന്ന് ഇങ്ങനെ പറയുന്നവരോട് പറയാനുള്ളൂ. കാരണം അന്വേഷണ സംഘം എന്ത് ചെയ്തു എന്ന് മാത്രമല്ല, ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ, ആ മനുഷ്യൻ ആരോപണ വിധേയനാണ്, അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തിനാണ് ഇപ്പോഴും ഇന്നും BJP-യുടെയും CPM-ൻ്റെ ഒക്കെ യോഗങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭകഥ എടുത്തിട്ട് അലക്കുക? ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ സാങ്കത്യം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം, അയാളെ പുറത്തു കളയണം, അയാൾ MLA സ്ഥാനം രാജിവെക്കണം, അയാൾ നടത്തിയ പീഡനങ്ങൾ ഒന്നൊന്നായി കോടതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാം. പക്ഷേ ഇതാരോ തന്തയില്ലാത്ത കുറച്ച് ക്ലിപ്പുകൾ, തന്തയില്ലാത്ത കുറച്ച് സ്ക്രീൻഷോട്ടുകൾ, അത് പ്രചരിപ്പിക്കുന്ന വേറെ കുറേ പിതൃശൂന്യ മനസ്സുകൾ, ഇതൊക്കെയാണ് ഈ കേസിൽ സംഭവിക്കുന്നത്. ഈ കേസിൽ നിന്ന് മാത്രമല്ല കേട്ടോ, പല സൈബർ ആക്രമണ കേസുകളിലും സംഭവിക്കുന്നതൊക്കെ തന്നെയാണ്. ആരെങ്കിലും കുറച്ച് എവിടെയും തൊടാതെ കുറച്ച് ആരോപണം ഉന്നയിക്കും, പിന്നെ അത് കുറേ ആളുകൾ ഏറ്റെടുക്കും, പിന്നെ അതൊരു സത്യം പോലെ ആഘോഷിക്കപ്പെടും. പക്ഷേ അത് സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറത്തേക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ യാതൊരു തരത്തിലുള്ള ചലനവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സകലരും വളഞ്ഞിട്ടടിച്ചിട്ടും തല ഉയർത്തിപ്പിടിച്ച് ആ MLA സ്വന്തം മണ്ഡലത്തിലെ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു MLA എന്ന നിലയിൽ സധൈര്യം ചങ്കൂറ്റത്തോടെ മുന്നോട്ട് പോവുകയാണ്. രാഹുലിനെ ഇപ്പോൾ തീർക്കും, അത് ചെയ്യും, ഇത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ BJP നേതാക്കൾ എവിടെ പോയി എന്നൊരു പിടുത്തവുമില്ല. രാഹുൽ രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്നാണ് കഴിഞ്ഞ ആഴ്ച BJP-യുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞത്. പിന്നെ ആ മുതലിനെ ചാനലുകൾക്ക് മുന്നിൽ കണ്ടിട്ടുമില്ല. എന്തേ ചേട്ടാ, രാഹുൽ രാജിവെച്ചിട്ടില്ല, MLA ആയി മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി കാര്യമായി തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MLA സ്ഥാനം രാജിവെക്കാത്ത MLA-ക്കെതിരെ നിങ്ങൾ പ്രതിഷേധിക്കും, പ്രക്ഷോഭം തുടരുമെന്ന് പറഞ്ഞിട്ട് എവിടെ പോയി എന്ന് ചോദിച്ചാൽ അതിന് കാര്യമായ ഉത്തരമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന രാഹുലിനെ ഭയപ്പെടുന്നുണ്ട് എതിരാളികൾ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.